നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെതിരെ CPM നടത്തിയ നീക്കം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും അതിന് ഒരു തിരിച്ചടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ആ കുട്ടിയുടെ ആ ഒരു നീക്കത്തെ തടയരുതെന്ന രീതിയിലാണ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു വിധി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് വൈഷ്ണ വീട്ടു നമ്പർ ആ ഒരു കാര്യത്തിലാണ് വൈഷ്ണയ്ക്ക് തിരിച്ചടിയായി മാറിയത്. പരാതിയായി എത്തുകയും വൈഷ്ണയെ സ്ഥാനാർത്ഥി പട്ടികയിൽ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയായിരുന്നു. അപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം വൈഷ്ണയ്ക്ക് അനുകൂലമായ സാഹചര്യത്തിലായിരുന്നു. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർണായകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ആ പ്രതികരണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: 24 വയസ്സ് മാത്രം പ്രായമുള്ള കന്നി അംഗത്തിന് ഇറങ്ങുന്ന ഒരു KSUക്കാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായിസ്റ്റുകളെ. വൈഷ്ണ സുരേഷിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പോസ്റ്റിന് കീഴെ അസഹിഷ്ണുത പ്രകടമാണ്. ചില കമന്റുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നുണ്ട്. ആ കമന്റുകളൂടെ നമുക്കൊന്ന് നോക്കാം. എനിക്ക് വൈഷ്ണ സുരേഷിനോടാണ് പറയാനുള്ളത്. ഇന്ന് രാത്രി ഒരു മെസ്സേജ് ഉണ്ടാകും. ഉറങ്ങിയോ, ജാടയാണോ മോളൂസ് എന്ന് ചോദിച്ചിട്ട് ഒന്നും നോക്കണ്ട, ബ്ലോക്ക് ആക്കിക്കോ. വ്യാജ ID ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയവനും വ്യാജ അഡ്രസ്സിൽ നോമിനേഷൻ കൊടുത്ത് വോട്ട് ജോലി നടത്താൻ നോക്കിയവളും രണ്ടും കൊള്ളാം. മൊത്തത്തിൽ വ്യാജം. മോളെ ശ്രദ്ധിച്ചോ, കലക്കും. ആ ഗർഭം കലക്കാൻ പറയുന്ന വോയിസ് നിന്റേതായിരുന്നു. ആദ്യം അത് പറ, എന്നിട്ട് മതി നിന്റെ സംസാരം എന്നതടക്കമുള്ള ഒരു വിമർശന കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. പക്ഷേ അനുകൂല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും വൈഷ്ണ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ വൈഷ്ണയ്ക്ക് ഒരു അനുകൂല വിധി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ട് വെട്ടലിനെതിരെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. CPMന്റെ പരാതിയെ തുടർന്ന് നിയമവിരുദ്ധമായാണ് വോട്ട് െന്നായിരുന്നു ആരോപണം. നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകുമോ എന്ന് വൈകിട്ടോടെ വ്യക്തമായേക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ. കോടതിയുടെ ഉത്തരവൊക്കെ വലിയ രീതിയിലുള്ള അനുകൂലമായി തന്നെയാണ് വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ. CPM ശക്തി കേന്ദ്രമായ മുട്ടട പിടിച്ചെടുക്കാൻ ഇറക്കിയ 24-കാരി വൈഷ്ണ സുരേഷിന് മത്സരിക്കാനാകുമോ എന്ന ഘട്ടമൊക്കെ വന്നതാണ്. വോട്ടർ പട്ടികയ്ക്കൊപ്പമുള്ള TC നമ്പർ തെറ്റെന്ന് ആരോപിച്ച് CPM നൽകിയ പരാതി അംഗീകരിച്ചായിരുന്നു വൈഷ്ണയുടെ വോട്ട് വെട്ടിയത്. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വൈഷ്ണ നടപടി നിയമവിരുദ്ധമെന്ന് പരാതിപ്പെടുകയായിരുന്നു. ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പേരുണ്ടായിരുന്നു. CPM പരാതി നൽകിയപ്പോൾ സ്ഥിര താമസക്കാരി എന്നതിന്റെ രേഖകളെല്ലാം ഹാജരാക്കി. എന്നിട്ട് വോട്ട് ഒഴിവാക്കിയ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന സംശയവും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. അതേസമയം വോട്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും അപ്പീൽ നൽകിയിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ കളക്ടർ ഒരു തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 19-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ നിർണായകമായ ഒരു തീരുമാനം കളക്ടർ എടുക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല, 2 റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി വൈഷ്ണ തൽക്കാലത്തേക്ക് പ്രചരണം നിർത്തുന്ന സാഹചര്യമുണ്ടായി. കോടതിയുടെയും കളക്ടറുടെയും തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിധേയമായി ഒരു 24-കാരി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഇന്ന് തന്നെ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം എന്തായാലും ഇത് വന്നതോടെ വൈഷ്ണ വീണ്ടും സജീവമായിരിക്കുകയാണ് പ്രചരണ രംഗത്ത്. അതേസമയം കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് വൈഷ്ണ പ്രതികരിച്ചിരുന്നു. കോടതി വിധി അനുകൂലമായ, അതായത് കോടതിയുടെ ഉത്തരവുകൾ അനുകൂലമായ സാഹചര്യത്തിൽ എനിക്ക് വീണ്ടും മത്സരിക്കാൻ സാധിക്കുമെന്ന ഘട്ടം വന്നു. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വൈഷ്ണ മലയാളി വാർത്തയോട് നടത്തിയ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. തീർച്ചയായും വളരെ സന്തോഷം. ഇപ്പൊ വിജയം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പൊ അത്രയും കോമ്പറ്റീഷൻ എന്തായാലും നന്നായിട്ട് തന്നെ നടക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട്. നിങ്ങൾക്കറിയാം, സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അത് തന്നെ കോടതിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം സാറായിരുന്നു.
കേസ് വാദിച്ചത്. പിന്നെ നമ്മുടെ മൃദുലേട്ടനുണ്ട്, പിന്നെ അഖിലേട്ടനുണ്ട്, അഖിൽ ജയസ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളോടൊപ്പം തന്നെയുണ്ട്. പിന്നെ പാർട്ടിയാണല്ലോ എല്ലാം. ഈ പാർട്ടി നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നിരുന്നു, എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ തന്നെ എന്നോട് പ്രചാരണത്തിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാനാണ് ഇത്രയും ഇതുവരെ ഇറങ്ങാതിരുന്നത്. കാരണം എനിക്ക് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നു മുതൽ നമ്മൾ ലൈവായി തന്നെ പ്രചാരണ രീതികളിലേക്ക് ഇറങ്ങുകയാണ്. കൃത്യമായ പ്രചാരണ രീതികളുമായി ഇന്നു മുതൽ നമ്മൾ മുന്നോട്ട് പോകും. ശക്തമേറിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയല്ലേ പിന്നിൽ നിന്നും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്? അത് ഈ ഒരു CPM-ന്റെ ഒരു ചതി തന്നെയല്ലായിരുന്നു പിന്നിൽ? അല്ല, അതിപ്പോ ഞാൻ പറയേണ്ട ആള് ഞാനല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. തീർച്ചയായും അത് അങ്ങനെയാണെന്ന് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണ് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോ എന്താണ് ഇനി ഇവിടെ ജയിച്ചു വരുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്? അല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനിപ്പോ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതിലല്ല, ഓരോ വ്യക്തികളുടെയും ഓരോ വീടുകളിലും ഉള്ള ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് അതിൻ്റെതായിട്ടുള്ള രീതി. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. അപ്പോ അവരിലേക്ക് എത്തി, ഞാനും അവരിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോ അവരിലേക്ക് എത്തി അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ശക്തമേറിയ മത്സരാർത്ഥികൾ തന്നെയാണ് ഈ മുട്ടടയിലുള്ളത്. അപ്പൊ അതിനെ എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായും, കാരണം എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഇലക്ഷൻ കോമ്പറ്റീഷനിലേക്കായിരിക്കും നമ്മൾ എന്തായാലും പോവുക. വിജയ സാധ്യത ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. കാരണം ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സൈബർ അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ മറികടന്ന് വിജയ സാധ്യത എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? അല്ല, വിജയ സാധ്യതയൊക്കെ പറയേണ്ടത് ഞാനല്ലോ, അത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് ആരാണോ ആക്ട് എന്ന് തോന്നുന്നത് അവര് ആ ആളുകളിലേക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ വിജയ സാധ്യത പറയാൻ ഞാൻ ആരുമല്ല. ജനങ്ങൾക്ക് എന്താണോ താല്പര്യം അല്ലെങ്കിൽ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അവർ അതേപോലെ ചെയ്യും. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പൊ തിരുമല എന്ന സ്ഥലത്ത് BJP-ന്റെ 2 നേതാക്കളാണ് മരണപ്പെട്ടത്. ഇപ്പൊ ഇന്നലെ ഒരാൾ ആനന്ദ് എന്ന് പറഞ്ഞ ഒരാൾ BJP നേതാവ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. എങ്ങനെ അതിനെ നോക്കി കാണുന്നു? BJP-യിൽ ശരിക്കും ഒരു തിരിച്ചടി നേരിടേണ്ട ഒരു സമയം തന്നെയല്ലേ? തീർച്ചയായും, കാരണം അങ്ങനെ ഒരു ആത്മഹത്യാ സാഹചര്യങ്ങളിലേക്കൊക്കെ പോവാന്ന് പറയുന്നത് തികച്ചും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് നമുക്ക് അറിയില്ലല്ലോ.